ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വചനത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയുള്ള സൃഷ്ടിപ്പാണ് നമ്മുടേത്. അതുകൊണ്ടാണ് വീണുപോയ ആ ദൂതന്മാർക്ക് അവർ ദൈവത്തിനെതിരെ മറുതലിക്കാനിടയായത്. നമ്മെ സൃഷ്ടിക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ ദൂതഗണങ്ങളെക്കാൾ മുകളിൽ അധികാരം കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മമനുഷ്യനെ സൃഷ്ടിക്കുന്നത് അറിഞ്ഞപ്പോഴാണ് അവർ ദൈവത്തോട് മറുതലിക്കാൻ പോലും ഇടയായത്. നമ്മുടെ സൃഷ്ടിപ്പത്ര വലുതാണ്. നിങ്ങൾ നിസ്സാരരല്ല, നിങ്ങൾ താഴ്ന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ദൈവങ്ങളാണ്. ഹല്ലേലൂയ. ദൈവങ്ങൾ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുകയാണ്. ആരെ പോലെ? യേശുവിനെ പോലെ. യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. യേശു ആരായിരുന്നു? മനുഷ്യരൂപത്തിൽ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു തരുന്നു. സങ്കീർത്തനം 82:1 വായിച്ചു നോക്കിക്കേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. സങ്കീർത്തനം 82:1. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദൈവം എവിടെയാണ് നിൽക്കുന്നത്? ദേവസഭയിൽ നിൽക്കുന്നു. ദേവസഭയിൽ ദേവന്മാരിരിക്കുന്ന സഭയിൽ ആരിയ്ക്കുന്നു? ദൈവം. നമ്മുടെ ഭാഷയിൽ ദേവന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെയാണ് അല്ലേ? ദേവന്മാരും ദേവികളും. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ഹിസ് ഓൺ കോൺഗ്രിഗേഷൻ. ഹല്ലേലൂയ. നിൽക്കുന്നു. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അവൻ ആ നിൽക്കുന്ന ദേവന്മാരുടെ ഇടയിൽ എന്ത് വിധിക്കുന്നു? ന്യായം വിധിക്കുന്നു. ജഡ്ജസ് എമോങ് ദ ഗോഡ്സ്. റൂളേഴ്സ്, ഭരിക്കുന്നവരുടെ മേൽ ന്യായം വിധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേവസഭ ഏതാണെന്നറിയാമോ? ഇവിടെ വിളിച്ചിരിക്കുന്ന ദേവന്മാരെന്ന് പേരിട്ടിരിക്കുന്ന ആരെയാണെന്നാണ് അറിയാമോ? വിശ്വസിക്കുന്ന നിങ്ങളെയാണ്. ദൈവം എവിടെയാ നിൽക്കുന്നതെന്നറിയാമോ? ദേവസഭയിലാണ്. ആ വാക്കുകളെ നിങ്ങൾ പ്രശ്നം നോക്കണ്ട, ദൈവസഭയിലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 82:6 വായിച്ചേ. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങൾ ദേവന്മാർ ദൈവങ്ങളാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. ദൈവം പറയുക. നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്ന് ദൈവം പറയുകയാണ്. അതിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇവിടെ ഇത് ദൈവം പറഞ്ഞ അഭിപ്രായമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്വന്തമാക്കിയിരിക്കുന്ന, ദൈവപ്രമാണം പാലിച്ചു പോകുന്നവനെ ദൈവം വിളിക്കുകയാണ്. നിങ്ങൾ ദൈവങ്ങളാകുന്നു. നിങ്ങൾ ആരാണ്? ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും അതുപോലെ സൃഷ്ടിക്കപ്പെട്ട ഒരാത്മ മനുഷ്യനെ ഈ ജഡത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ നിസ്സാരക്കാരല്ല. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ചൈതന്യം അത്ര വലുതാണ്. ദൈവത്തിലുള്ളതാണ് നിങ്ങളിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവങ്ങളാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. യു ആർ ഗോഡ്സ് ആൻഡ് ഓൾ ഓഫ് യു ആർ ചിൽഡ്രൻ ഓഫ് മോസ്റ്റ് ഹൈ. ഉയരത്തിലുള്ളവന്റെ മക്കളാണ് നിങ്ങൾ. ഹല്ലേലൂയ. ദൈവം പറയുന്ന വാക്കാണിത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവമല്ലേ പറയും. നമ്മൾ പറയുന്നത് എന്നാ? ബലഹീനനും അരിഷ്ടനും ദരിദ്രനും ഒന്നിനും കൊള്ളാത്തവരുമായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. അല്ലേ? ഏഴയും പാപിയും ബലഹീനനുമാണ് ഞാൻ. നോ, യേശു ക്രൂശിൽ മരിച്ച് നിന്റെ പാപത്തെ വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ ഏഴാം കൂലിയൊന്നും അല്ല. നീ ദൈവത്തിൽ അത് കാണാൻ തുടങ്ങാം. നിന്റെ അകത്ത മനുഷ്യനെ കാണാൻ തുടങ്ങാം. നീ ആരാണെന്ന് കാണാൻ തുടങ്ങാം. എന്നിട്ട് നിവർന്നു നടക്ക. ഹല്ലേലൂയ. നീ അധികാരിയാണ്. ഭൂമിയുടെ മേൽ വാഴുന്നവനാണ് നീ. പ്രൈസ് ദി ലോർഡ്. കുനിഞ്ഞിരിക്കരുതേ, കുനിഞ്ഞു നടക്കരുതേ. ഞാൻ അടിമയാണെന്നുള്ള ഭാവത്തിൽ നടക്കരുതേ.
സാത്താന്റെ തന്ത്രമാണ് നിങ്ങളെ അടിമത്തത്തിലാക്കി വെക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രരാണ് ക്രിസ്തുവിൽ. ഹല്ലേലൂയ. പിശാചിന് നിങ്ങളെ അടിമയാക്കാൻ പറ്റില്ല. നിങ്ങൾ യേശുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ദൈവത്തെ പിശാച് തടഞ്ഞു വെച്ചുവെന്ന്? പിശാച് ദൈവത്തെ തടഞ്ഞു വെക്കെന്നാ, നീ ഇങ്ങോട്ട് പ്രവേശിക്കണ്ട, ഞാൻ നിന്നെ തടഞ്ഞിരിക്കുന്നു. പറ്റുവോ? ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഓ യഹോവേ, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാണ്. നിങ്ങൾ ദൈവങ്ങളാണ്, ദേവന്മാരാണ്. നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങുക. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുക. നിങ്ങൾ ശക്തി പ്രാപിക്കുക. നിങ്ങൾ ചാരത്തിൽ എഴുന്നേൽക്കുക. ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. ഓ കർത്താവേ, എന്റെ ദാരിദ്ര്യം മാറ്റണേ. ഞാൻ ദരിദ്രനാണ്, ഞാൻ കടബാധ്യ. മിണ്ടാതിരിപ്പീൻ. നീ ആരെന്ന് കാണുവേൻ, എന്നിട്ട് അതിനെ ഉപേക്ഷിക്കുവേൻ. ആ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റിനെ മുറിച്ചു കളഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങി വരുവേ. നിന്റെ മനോഭാവം മാറുമ്പോൾ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റിന് അവിടെ ഇരിക്കാൻ പറ്റാതെ വരും. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പോയാൽ മതി, ദരിദ്രന് 7-ാം കൂലിയായിട്ട് പോയാൽ മതി. ഞാൻ വലുതായി കുറച്ചും കൂടെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വീണ് പോകും. പിശാച് കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ അറിവാണ്. നിന്റെ ദാരിദ്ര്യം മാറ്റി നിനക്ക് സമൃദ്ധി ആയിരുന്നത് നിനക്ക് സ്ഥിരം ബീഫ് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ദൈവരാജ്യം വളരുവാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ദൈവം എന്തു വന്നാലും ഞാൻ ദൈവരാജ്യത്തിന് ഏറ്റവും നല്ലത് അങ്ങോട്ട് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, അത്രയും കിട്ടിയില്ലല്ലോ, പിന്നെ നിന്നെ കയ്യിൽ നിന്നെടുത്ത് ഇത്രയും ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിന് ഏറ്റവും നല്ലതാ വേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാണ്. ദരിദ്രനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവം നിന്നെ ഉയർത്തിയത് എന്താണെന്ന് കണ്ടുകൊണ്ട് ആ സ്പിരിറ്റിനെ വിടുക. ഇനി എന്റെ മേൽ അതിന് സ്വാധീനമില്ല എന്ന് പറയുക. പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ മനസ്സ് പുതുക്കം പ്രാപിക്കട്ടെ. ഞാൻ ദരിദ്രനല്ല, ഞാൻ അടിമയല്ല, ഞാൻ രോഗിയല്ല, ഞാൻ ഭാവിയല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ ഈ വചനമെടുത്ത് ജനത്തോട് സംസാരിച്ചു. ഏതാ? സങ്കീർത്തനം 82:6, സങ്കീർത്തനം 82:1 വചനം കൂട്ടി ചെയ്തുകൊണ്ട് യേശു സംസാരിച്ചു. യോഹന്നാൻ 10:34 യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരാ പറയുന്നത്? യേശു പറയുകയാണ്. സങ്കീർത്തനം 82 യഹോവ പറഞ്ഞു എന്നാണ്. യേശു പറയുകയാണ്, ഞാൻ പറഞ്ഞു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ കർത്താവായ യേശു. കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ, നിങ്ങൾ ആരാകുന്നു? ദൈവങ്ങളാകുന്നു എന്ന്. ഹല്ലേലൂയ. Jesus answered them, is it not written in your law? I said, you are gods. You are gods. ഒരു ദൈവം പട്ടിണിക്കിരിക്കുക. അയ്യോ, ഞാൻ എന്തു ചെയ്യും? വേറൊരു ദൈവം ഉത്കണ്ഠയെ താടി കൈ കൊടുത്തിരിക്കുക. നാളത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും? വേറൊരു ദൈവം പറയാ, അവിടെയും ബ്ലോക്ക്, ഇവിടെയും ബ്ലോക്ക്, അവിടെ വിചാരിച്ചു അവിടെയും ബ്ലോക്ക്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മൈൻഡ് സെക്ടർ മാറട്ടെ, നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് പരിമിതി വയ്ക്കുവാൻ ഈ ലോകത്തിനൊന്നിനും സാധ്യമല്ല. നിങ്ങളെ തടയുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഒരു ജഡത്തിനും ബ്ലോക്ക് വെക്കാൻ പറ്റില്ല. എന്ത് തടയാൻ വന്നാലും
പുതിയൊരു വഴി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഇരുളുകളും അഴിയട്ടെ, ഹല്ലേലൂയ, എല്ലാ നെഗറ്റീവ് വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ, ഹല്ലേലൂയ, മനസ്സുകൾ സ്വതന്ത്രമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങൾ ആരാണ്? ദൈവങ്ങളാണെന്ന്. PSC പറയുന്നത് എങ്ങനെ? ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ ആരെയാ ദേവന്മാരെന്ന് പറഞ്ഞത്? ദൈവങ്ങളെന്ന്. ദൈവത്തിന്റെ അരുളപ്പാട്. അരുളപ്പാട്. എന്താ ദൈവത്തിന്റെ അരുളപ്പാട്? ദൈവത്തിന്റെ വാക്കുകൾ. ദൈവത്തിന്റെ വാക്കുകൾ ആരുടെ ഉള്ളിൽ വന്നോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? വചനം നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? അപ്പൊ ദൈവം നിങ്ങളെ വിളിക്കുന്നത് എന്താണ്? ദേവന്മാർ, ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ. നമ്മളെ വിളിക്കുന്നതോ എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ, പാപിയായ ഞാൻ. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചിട്ടില്ല. ലോകത്തിന്റെ പാപം വഹിക്കാൻ വന്ന കുഞ്ഞാടാണെന്ന് സ്നാപകൻ പറഞ്ഞു വിശ്വസിച്ചിട്ടില്ല. 1 പത്രോസ് 2:24 അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി എന്നവൻ വിശ്വസിച്ചിട്ടില്ല. കൊളോസ്യോസ് 1:14 അവനിലൂടെ രക്ഷയും പാപമോചനവും നമുക്ക് കൈവന്നിരിക്കുന്നു. കൈവരൂന്നല്ല, കൈവന്നിരിക്കുന്നു. അതവൻ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവനെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. He called them gods, unto whom the word of God came, and the scripture cannot be broken. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടല്ലോ. എഴുതപ്പെട്ടതിന് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവർ ദൈവങ്ങളാണ്. ദൈവത്തിന്റെ വചനത്തെ കൈക്കൊണ്ടവർ, അതിന് കീഴ്പ്പെട്ടവർ, ഏൽപ്പിച്ചു കൊടുത്തവർ ദൈവങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഭരിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാരും പറഞ്ഞേ, ഭരിക്കുക. ഒന്നുകൂടെ പറഞ്ഞേ, വാഴുക. ഹല്ലേലൂയ. എതിനെയാ വാഴേണ്ടത്? ഭാര്യനെ വരച്ച വരയില് ആണോ? അതാണോ? അല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ഭരണം എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഭരണത്തെ അറിയണം. ഭരണകർത്താവായ ദൈവത്തിന്റെ ഭരണ രീതിയെ നാം അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഇത് ഇച്ചിരി കടുകട്ടി പോലെ തോന്നിയേക്കാം. ഹല്ലേലൂയ. ഇത് പ്രാരംഭമല്ലല്ലോ. ദൈവസ്നേഹവും യേശുരക്ഷവും പാപവും പശ്ചാത്താപവും ഒന്നും അല്ലല്ലോ. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ നമ്മളെ ജനിപ്പിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നു. ചിലരത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ജനിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർ ആ പാല് കുടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ പറയല്ലേ, മിനറൽ വാട്ടർ അല്ല കുടിച്ചത്, വെള്ളം കുടിച്ചു. ഏതാ? തോട്ടിക്കടെ ഒഴുകി വരുന്ന വെള്ളം കുടിച്ചു. കുറച്ച് മലിനതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാലും ജീവനോടെ ഇരിപ്പുണ്ട്, ചത്തുപോയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, ദൈവത്തിന്റെ അധികാര വാഴ്ച സ്വർഗത്തിനും അല്ലേ ഭൂമിക്കും അധികാരിയാണ്. ആര്? നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനം 103:19. സങ്കീർത്തനം 103:19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് യഹോവ ദൈവം സകലത്തെയും ഭരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And his kingdom rules over all. എല്ലാം ഭരിക്കുന്നു. സകലത്തെയും ഭരിക്കുന്ന ദൈവത്തിന് സൃഷ്ടപ്രപഞ്ചത്തെ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സൃഷ്ടികളുടെ മേലും
ദുരാത്മ സാമ്രാജ്യത്തിന്റെ മേലും ദൈവത്തിന് ആധിപത്യമുണ്ട്. Praise the Lord. Praise the Lord. ദൈവത്തിന് ആധിപത്യമില്ലാത്ത ഒരു മേഖലയുമില്ല. എത്ര പേര് ഇവിടെയുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന്റെ വചനത്തെ കൈക്കൊള്ളുന്നു? അങ്ങനെയുള്ളവര് കരവുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയെ ക്രൂശിൽ തികച്ചതിന് ശേഷം ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായ്. ഹല്ലേലൂയ. ഗ്രീക്ക് പദത്തിൽ യേശു പറഞ്ഞു ടെറ്റലസ്റ്റായ്, എല്ലാം പൂർത്തിയായി. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം യേശു ക്രൂശിൽ ചെയ്തു. ആദാം എന്ന ഏകനിലൂടെ പാപം ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ ഷോൾഡറുകളെ കർത്താവ് തൊടുന്നുണ്ട്. നാളുകളായി ഷോൾഡറുകളിൽ കഴപ്പാണ് ബ്രദർ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഷോൾഡർ പെയിൻ ആണ്. അങ്ങനെയുള്ള ആരോഗ്യ കർത്താവ് പിടിപ്പിക്കുന്നു. ഇന്നും നാളെയും തുടങ്ങിയൊന്നുമല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കട്ടുകിടപ്പ, രാത്രി കിടക്കുമ്പോഴും കട്ടുകിടപ്പ, അല്ലേ? എപ്പോഴും പ്രശ്നമാണ്. കർത്താവ് ഇന്ന് വാരിക്കോരി തരികയാണ്. കയറിയുന്നു. ഹല്ലേലൂയ. പിതാവേ സ്വർഗീയപ്പച്ച, നാളുകളായി 13 വർഷങ്ങൾക്ക് മുമ്പേ ഇവരുടെ അസ്ഥികളിലേക്ക് വന്ന ഈ രോഗാത്മാവിനെ ഞാൻ അഴിക്കുന്നു. കഴിഞ്ഞോ? പുറത്തോ. നിന്റെ സ്പേസ് കഴിഞ്ഞു. പൊയ്ക്കോ. ഗെറ്റ് ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രക്തത്താൽ മുദ്രയിട്ട് എന്നേക്കുമായി വിടുവിക്കുന്നു. ആരോഗ്യത്തെ മകളുടെ മേൽ കൽപ്പിക്കുന്നു. പുഷ്ടിയെ കൽപ്പിക്കുന്നു. ജീസസ് നെയിം. ആ കൈയൊന്ന് കുടഞ്ഞു. ഹല്ലേലൂയ. ഈ സമയത്ത് ഗൂഗിളിലോ യൂട്യൂബിലോ കാണുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ നാളുകളായി വെച്ചിരിക്കുന്ന ഷോൾഡർ പെയിൻ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഉണ്ടോ ഷോൾഡർ പെയിൻ വല്ലോ? ഹല്ലേലൂയ. അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു നമുക്ക് വേണ്ട സകലതും ചെയ്തതിനു ശേഷം സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടു. 1 പത്രോസ് 3-ാം അധ്യായം 22. 1 പത്രോസ് 3-ാമത്തെ അധ്യായം 1 പത്രോസ് 3:22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അടുത്ത് ശ്രദ്ധിച്ചോണേ. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ആർക്ക്? യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാരും പറഞ്ഞേ, യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാ യേശുവിന് കീഴ്പ്പെട്ടത്? ദൂതന്മാർ, വീണുപോയ ദൂതന്മാരും നല്ല ദൂതന്മാരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഭൂമിയിലും ആകാശ മണ്ഡലത്തിലും എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതെല്ലാം. പ്രൈസ് ദി ലോർഡ്. അപ്പം സകല അധികാരങ്ങളും ആർക്കാ കീഴ്പ്പെട്ടിരിക്കുന്നത്? യേശുവിന്. തീർന്നില്ല. ശക്തികൾ എന്ന പേരിൽ എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതോ ചില ശക്തികളാണ് ആരുടെയൊക്കെ ഷോൾഡറിൽ കൈകളിൽ ഇരിക്കുന്നത്. ഇന്ന് ഷോൾഡറിലും കൈകളിലും ഇരിക്കുന്ന അനേകർക്ക് വിടുതലാണ്. ഈ യൂട്യൂബിൽ കാണുന്ന അനേകർക്ക് വിടുതലാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ വീണ്ടും കാണിക്കുന്നു. അതിനെ തള്ളിക്കളഞ്ഞവർ, അതിനെ സ്വീകരിക്കാത്തവർ ഇപ്പോൾ ഒരു കൈ ആ ഷോൾഡറിലേക്ക് വെച്ച് യേശുവിന്റെ നാമത്തിൽ അഴിയുക എന്ന് കൽപ്പിക്കുക. യേശുവിന്റെ അധികാരത്തിന് മുൻപിൽ നിന്റെ ഷോൾഡർ മേൽ വ്യാപരിക്കുന്ന ശക്തികളും കീഴ്പ്പെട്ടിരിക്കുന്നു. അതിനാൽ അഴിഞ്ഞു പുറത്തു പോകട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന് ഇതെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു. ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ യേശുവിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. യേശുവിന്റെ അധികാരത്തിൽ ഒരു വാക്ക് വന്നാൽ അവരതിന് കീഴ്പ്പെടും. അവരതിനെ അനുസരിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 5:21 ABCD അല്ലേ? അവസാന ഭാഗം. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും. അപ്പം മനുഷ്യരുടെ ഭരണത്തിന്മേൽ, രാജ്യത്വത്തിന്മേൽ, സർക്കാരുകളുടെ മേൽ ദൈവം വാഴുകയും. ആര് വാഴുന്നുണ്ട്? അതാരുടെ കീഴിലായിരിക്കുന്നത്?
ദൈവത്തിന്റെ കീഴിൽ, യേശുവിന്റെ കീഴിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം ഓരോ രാജ്യങ്ങളെ ഭരിക്കുന്ന സർക്കാരുകളുടെ മേൽ ആരുടെ വാഴ്ചയുണ്ട്? ദൈവത്തിന്റെ വാഴ്ചയുണ്ട്. അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് ബോധിച്ചവനെ അതിന് നിയമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യയിലുള്ള ചില വാഴ്ചകളെ കീഴ്പ്പെടുത്താൻ ദൈവം തനിക്ക് ബോധിച്ച മോദിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ആശയങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ മോദിയെ ഇഷ്ടമായിരിക്കില്ല, പക്ഷെ ഇവിടെ ചിലതിനെ നിയന്ത്രിക്കാൻ ദൈവം മോദിയെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. 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 എന്നാൽ അങ്ങേരും അങ്ങയുടെ സർക്കാരും എപ്പോഴും അഹങ്കരിക്കുന്നോ, അപ്പോ ദൈവം അതിനെ എന്ത് ചെയ്യും? കീഴ്മേൽ മറച്ചിടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ തനിക്ക് ബോധിച്ചവനെ നിയമിക്കുന്നു. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 13-ാമത്തെ അധ്യായം 1-B. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-1 ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഒരു അധികാരവുമില്ല. നിങ്ങളുടെ ടീച്ചേഴ്സിനെ ആരാ അധികാരിയായിട്ട് നിർത്തിയിരിക്കുന്നത്? ദൈവം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മാത്സ് എടുക്കുന്ന അധ്യാപകനെ നിർത്തിയിരിക്കുന്ന ആരാ? ദൈവം. നിങ്ങൾ കുഞ്ഞുനാളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഓരോ അധ്യാപകരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏതൊക്കെ അധികാരികളെ വെച്ച്, ചില അധികാരികൾ കാർക്കശ്യക്കാരായിരിക്കാം. ചില അധികാരികൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ തന്നിട്ടുണ്ടാകാം. എങ്കിലും അവരെ മാനിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പല വിദ്യാർത്ഥികളുടെയും പഠനത്തിലും വളർച്ചയിലുള്ള തടസ്സം അവരെ പഠിപ്പിച്ചവർ തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവർ ട്യൂഷൻ പഠിക്കാൻ പോയെടുത്തുന്നാണ്. ഹല്ലേലൂയ. അവർക്കുണ്ടായ ചില തിക്ത അനുഭവങ്ങൾ അവരുടെ അകത്ത് കയ്പായി തീർന്നു, വെറുപ്പായി തീർന്നു, ഇഷ്ടക്കേടായി മാറി. ആ സാറ് വരാതിരുന്നെങ്കിൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങേരൊന്നും തട്ടിപ്പോയിരുന്നെങ്കിൽ 2 ദിവസം അവധി കിട്ടുമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞു. അന്ന് ഞങ്ങള് ജഡത്തിലായതുകൊണ്ട് ജാതീയ സ്വഭാവം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ചില മുള്ളുകളൊക്കെ കൂട്ടിക്കെട്ടും, അടി കിട്ടാതിരിക്കാൻ, സാറ് വരാതിരിക്കാൻ. ഏതാ മുള്ള്? കൈയൊക്കെ മുറിഞ്ഞാണ് മുള്ളു കൂട്ടിക്കെട്ടുന്നത്. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ അത് അഴിച്ചു വിടും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇനി ഈ കെട്ടിയത് അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അടി ഉറപ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അന്ധവിശ്വാസം കേട്ടോ. ഒരു ഹല്ലേലൂയ കിടം പറഞ്ഞു. ഹല്ലേലൂയ. ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു അധികാരി മരിച്ച വലിയ സന്തോഷമാണ്. മന്ത്രി മരിച്ചു, ഭയങ്കര സന്തോഷമാണ്. റേഡിയോയിൽ കേൾക്കുമ്പോൾ തന്നെ. ഇന്ന് റേഡിയോ ആണല്ലോ അവധി. ആകാശവാണി കോഴിക്കോട് ഏതെങ്കിലും ഒരുത്ത് ചത്താൽ മതിയായിരുന്നു. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കുറേ ദിവസം അവധിയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പിണറായിയോട് ഒരിക്കൽ ഒരാൾ ഭയങ്കര കലിപ്പ. പിണറായി എന്ന നാടിനോടല്ല, പിണറായി വിജയൻ സാറിനോട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അദ്ദേഹത്തിന് ആ നിയമനം കൊടുത്തതാരാ? ദൈവമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ബോധിച്ചവനെ നിയമിക്കും. ഹല്ലേലൂയ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. 13-2. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവത്തിന്റെ വ്യവസ്ഥയോട് എന്ത് ചെയ്യുന്നു? മറുക്കുന്നു. മറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മറുതലിക്കുക. മറുതലിക്കുക, എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യനാണ് ദൈവം ഈ അധികാരം മുഴുവൻ അല്ലേ സൃഷ്ടിച്ചപ്പോൾ തന്നെ കൊടുത്തത്. ഇതെങ്ങനെയാ മനുഷ്യന് നഷ്ടപ്പെട്ടത്? കൽപ്പന ലംഘിച്ചപ്പോൾ. ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചപ്പോൾ, വചനത്തിൽ നകന്നുപോയപ്പോൾ
ഇവൻ പാപം ചെയ്തപ്പോൾ അവിടെ ഒരു അധികാര കൈമാറ്റം നടന്നു. ഇത് ചെയ്യരുത്, ചെയ്താൽ മരണം. ഏതാ മരണം? നിന്റെ ആധിപത്യം നഷ്ടപ്പെടുന്നു, നിന്റെ അധികാരം നഷ്ടപ്പെടുന്നു, വാഴുവാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ഇവൻ ഇത് ആരുടെ മുന്നിൽ അടിയറ വെച്ചു? പിശാചിന്റെ മുന്നിൽ. അതോടുകൂടെ അവന് ലഭിച്ചിരുന്ന സമുദ്രത്തിന്റെ മേലുള്ള അവകാശം ആരുടെ മേൽ വന്നു? പിശാചിന്റെ മേൽ വന്നു. ഹലോ, ഇതെങ്ങനെയാ അധികാരം പിശാചിലേക്ക് പോയത്? മനുഷ്യനിൽ നിന്നാണ്. മനുഷ്യൻ എവിടെ പരാജയപ്പെട്ടോ, ആര് മനുഷ്യനെ പരാജയപ്പെടുത്തിയോ അവനത് അവകാശമാക്കി. അത് നിയമപ്രകാരം അങ്ങനെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ അവകാശങ്ങൾ മറ്റൊന്നിനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ദുഷ്ടനെ എതിർത്തു നിൽക്കുവീൻ. മനുഷ്യൻ ആരുടെ മുന്നിൽ തോറ്റുവോ ഇവന്റെ സമുദ്രത്തിന്മേലുള്ള അവകാശം പിശാചിന്റെ കയ്യിലേക്ക് വന്നു. ആകാശത്തിന്മേലുള്ള അവകാശം പിശാചിന്റെ കയ്യിലേക്ക് വന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം ആരുടെ മേലേക്ക് വന്നു? പിശാചിന്റെ കയ്യിലേക്ക് വന്നു. അതുകൊണ്ടല്ലേ ലൂക്ക 4:6 യേശു പരീക്ഷിക്കപ്പെടുമ്പോൾ പിശാചു പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിയമപരമായിട്ടുള്ള ഒരു ഡയലോഗ്. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ലൂക്ക 4:6. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. സാത്താൻ പറയാണ് ആരോട്? സകലത്തിന്റെയും രാജാവിനോട് പറയുകയാണ്, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തിരിച്ചു തരാം. മനുഷ്യന്റെ മേൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ അധികാരവും അതിന്റെ മഹത്വവും യേശുവേ ഞാൻ നിനക്ക് തിരിച്ചു തരാം. അടുത്ത്, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതിപ്പോൾ സത്യം പറയാണ് എന്റെ അടുത്താണ്. ഹലോ, മനസ്സിലായോ? യേശു നോ അല്ല എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതവന്റെ കയ്യിലാണ്. അതിപ്പോൾ എങ്കലേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. ഞാനിത് ചുമ്മാ കൊടുക്കുകയല്ല, എനിക്ക് മനസ്സുള്ളവന് ഞാൻ ഇത് കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു യാചിച്ചല്ലത് വാങ്ങിയത്, യുദ്ധം ചെയ്ത് രക്തത്താൽ. ഹല്ലേലൂയ. ദേഹം ഇന്ന തിരശീല കീറിക്കൊണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 12:31 ക്രൂശിൽ വെച്ച് അവനെ ഞാൻ പിന്തള്ളി അവന്റെ കയ്യിലുള്ള അവകാശത്തെ എടുക്കുമെന്ന് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 12:31 POC വായിക്കുക. 12:31 POC. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. അപ്പൊ ആ സമയം വരെ ലോകത്തിന്റെ അധികാരം ആരുടെ മേലാ? പിശാചിന്. നിങ്ങളിത് അറിഞ്ഞോണം കേട്ടോ. ഇത് നിങ്ങൾ ആഴത്തിൽ അറിയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന ഈ അധികാരം മനുഷ്യനെ വീഴ്ചയിലേക്ക് നടത്തിക്കൊണ്ട് പിശാചി കൈപ്പറ്റി. യേശു പറഞ്ഞു ഹല്ലേലൂയ, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഈ ലോകത്തിന്റെ അധികാരി ഇപ്പോൾ പുറന്തള്ളപ്പെടോ. എപ്പോൾ? ക്രൂശിൽ വെച്ച്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14. കൊളോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു എല്ലാ ഉടമ്പടികളും നമുക്ക് വിരോധമായിരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ നിന്ന് അപഹരിച്ചെടുത്തതിന്റെ നിയമങ്ങൾ സകലതും മായ്ച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരുടെ രക്തത്താൽ? യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങൾ മായ്ച്ചു. എല്ലാരും പറഞ്ഞേ, അതിക്രമങ്ങൾ മായ്ച്ചു. അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചു. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഷോൾഡറിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നും കൂടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വിടുതൽ കൊടുക്കുകയാണ്. അസ്ഥി തേയ്മാനങ്ങൾ,
കുത്തി ദ്രവിച്ചു പോയത് ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അസ്ഥികളുടെ മേലുള്ള സ്പിരിറ്റുകൾ അഴിയട്ടെ, ജീർണതകൾ അഴിയട്ടെ, തേയ്മാനങ്ങൾ അഴിയട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. രക്തത്താൽ മുദ്രയിടുന്ന ജീർണതകളെ പരിഹരിക്കുന്നു, അസ്ഥികളെ ബലപ്പെടുത്തുന്നു, ആരോഗ്യം നൽകുന്നു. ഹല്ലേലൂയ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ കൊലോസ്യർ 2:14 നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു നിങ്ങൾക്ക് പ്രതികൂലമായി നിലവിൽ ഇന്നൊന്നുമില്ല. നിങ്ങൾക്ക് പ്രതികൂലം ഇന്ന് നിങ്ങളുടെ മൈൻഡ് മാത്രമാണ്, നിങ്ങളുടെ പഴയ ചിന്താഗതികളാണ്. ഹല്ലേലൂയ. ഹലോ, നിങ്ങളുടെ പ്രതികൂലങ്ങളൊക്കെ മായ്ക്കപ്പെട്ടു. എത്ര പേരത് വിശ്വസിക്കുന്നു? പറഞ്ഞേ, എന്റെ പ്രതികൂലങ്ങൾ മാഞ്ഞുപോയി, എന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോയി. കർത്താവ് ഇങ്ങനെ ഉറ്റു നോക്കുക, അവന്റെ മൈൻഡിൽ അത് കിടപ്പുണ്ട തടസ്സം. പറഞ്ഞേ, അത് മാഞ്ഞുപോയി, യേശുവിന്റെ രക്തത്താൽ മായ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിക്രമങ്ങൾ അഴിഞ്ഞു. പറഞ്ഞേ, പാപങ്ങൾ അഴിഞ്ഞു, അശുദ്ധികൾ അഴിഞ്ഞു, ബലഹീനതകൾ അഴിഞ്ഞു, പഴയ മനുഷ്യന്റെ സകല സ്വഭാവവും അഴിഞ്ഞു, തെറ്റായ അറിവുകൾ നീങ്ങി. ഹല്ലേലൂയ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ശത്രുവിന് ഇനി നമ്മുടെ മേൽ ഒരധികാരവുമില്ല. ഇന്ന് പിശാചിനെ ഭയങ്കര പേടിയാ പലർക്കും, അല്ലേ? സാത്താൻ, പിശാച്, സെമിട്രി. എനിക്ക് ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക്, ഞാൻ പണ്ട് അനാഥാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കുഴിച്ചിടുന്ന ഒരു കുന്നിൻ്റെ മണ്ടയാണ്, പഴയ സെമിട്രിയാണ്, പഴയ പള്ളിയുടെയാണ്. അവിടെ കൊണ്ടുപോയി ഇതുങ്ങളെല്ലാം കൂടെ മരിക്കുന്നവരെ കുഴിച്ചിടും. അപ്പോൾ അന്ന് ആദ്യത്തെ ഒരു 2 വർഷക്കാലം മുഴുവൻ ഞാൻ ഈ രോഗികളുടെ കൂടെ ഇവരെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇവർക്ക് ഭക്ഷണം വയ്ക്കുക, ഇവരെ കുളിപ്പിക്കുക, ഇവരുടെ കൂടെ കടന്നുറങ്ങുക. ഹല്ലേലൂയ. ദരിദ്രരോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന കുന്നിൻ്റെ മുകളിൽ സെമിട്രിയുടെ സെൻറ്ററിൽ പോയിരിക്കും. സന്ധ്യയ്ക്കും രാത്രിയിലൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പണ്ട് സെമിട്രി ആൾക്കാരുള്ളപ്പോൾ പോലും ഇങ്ങനെ പോകുന്നു. അവർക്കതല്ല, അരയങ്ങാട് സെമിട്രിയാണ് മുകളിൽ. പക്ഷെ കർത്താവിനെ അറിഞ്ഞ ശേഷം ഞാൻ അവിടെ പോയിരുന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, കൂളായിട്ട്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞു. അതുപോലെ കൊളയാട് ലത്തീം പള്ളിയിൽ അന്ന് ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ നേരത്തെ എത്തി അച്ഛനൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സെമിട്രിയിൽ നല്ലൊരു കളറെ തിരഞ്ഞെടുക്കും, അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ പറഞ്ഞ് നല്ലൊരു സീറ്റ്, ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ. പലർക്കും പിശാചിന് ഭയമാണ്, പേടിയാണ്. നീയാണ് അധികാരി. ഏതെങ്കിലും അധികാരി ഏതെങ്കിലും ഒരു താഴെ കിടക്കുന്ന ലോക്കലിനെ കണ്ട് പേടിക്കണോ? ഹല്ലേലൂയ. കൊലോസ്യർ 2:15 വായിച്ചേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അന്നുവരെ വാണുകൊണ്ടിരുന്ന സകല വാഴ്ചകളെയും, മനുഷ്യ ശരീരത്തെ വാഴുന്ന രോഗത്തിന്റെ വാഴ്ചകൾ. ഹല്ലേലൂയ. മനസ്സിനെ വാഴുന്ന രോഗത്തിന്റെ വാഴ്ചകൾ. മനസ്സിൽ മാനസിക പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. പഴയ മനസ്സിന്റെ അറിവുകളിലൂടെ ജീവിതത്തിൽ സംഭവിച്ച ചില അറിവില്ലാത്ത കാലഘട്ടത്തിലുണ്ടായ ചില നഷ്ടങ്ങൾ മൂലം മനസ്സിന് രോഗം ബാധിച്ചവരുണ്ട്. നിങ്ങളുടെ മേലുള്ള വാഴ്ച അഴിഞ്ഞത് നിങ്ങൾ അറിയുക. ആ വാഴ്ച അഴിഞ്ഞ് പുറത്തു പോയത് അറിയുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മനസ്സിന് കെട്ടപ്പെട്ട് രോഗികളായി ഉറങ്ങുവാൻ കഴിയാതെ മാനസിക വിഭ്രാന്തിയിൽ ഉഴലുന്ന ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. 2:15 കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. ഇപ്പോ അതിന് അറ്റാക്ക് ചെയ്യാൻ ആയുധം പോലും ഇല്ല.
വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ക്രൂശിൽ അവരുടെ മേൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ജയത്തിന്റെ എന്ത് ഉത്സവം, ആഘോഷം. ആരുടെ മേൽ? പിശാചികളുടെ മേൽ, വാഴ്ചകളുടെ മേൽ. അപ്പൊ യഥാർത്ഥത്തിൽ ക്രൂശിൽ എന്താ നടന്നത്? ഒരു പെരുന്നാളായിരുന്നു. ഇത് ഹല്ലേലൂയ പറഞ്ഞു. ക്രൂശിൽ ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധം. ഏത് വിവരദോഷിയാടാ ഈ പാട്ടൊക്കെ എഴുതി ഉണ്ടാക്കിയത്? യേശു പറയുക, എന്നെ കുരിശിൽ തറച്ച് കൊല്ലാൻ ഞാൻ എന്താ അപരാധം ചെയ്യും. എന്ത് രസമാ പാട്ട് കേൾക്കാനൊക്കെ അല്ലേ? പ്രൈസലോ. പണ്ട് ഞാനൊക്കെ ഇത് പണ്ട് പാടിയിട്ടുണ്ട്, പണ്ട് ധ്യാനത്തിനൊക്കെ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ. യേശു പറയാം, എന്നെ ഒന്ന് ഇറക്കി വിടറാ, അല്ലെങ്കിൽ എന്നെ കുരിശിൽ തറച്ചിടാൻ ഞാനെന്ത് തെറ്റ് എന്താണ് ചെയ്തത്? പ്രൈസലോ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏകമെന്നെ വലിച്ചു കീറണം യേശുവിന്റെ നാമത്തിൽ. ആത്മാവിൽ തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ലേഖനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പാടുന്നു, കൂട്ടത്തോടെ മുട്ടുമേൽ നിന്ന് നിലവിളിച്ച് 7-ാം പ്രാവശ്യം വീഴുന്നു, 3-ാം പ്രാവശ്യവും വീഴുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ക്രൂശിൽ ആത്മക്കണ്ണ് തുറന്നാൽ ഒരാഘോഷമാണ്, ഒരാഘോഷമാണ്. ഹല്ലേലൂയ. യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞതും ചെയ്തതുമെല്ലാം തിരുവെഴുത്ത് പൂർത്തിയാകാനാണ്. അർത്ഥം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ എന്തുകൊണ്ട് കൈവിട്ടു? എന്താണെന്നറിയാമോ? പെസഹ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. ഓരോ യഹൂദ പുരോഹിതന്മാരും പെസഹ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നതിന് മുമ്പ് ഏലേലമാസബ്ഗദാനി എന്ന പ്രാർത്ഥന ചൊല്ലി യാഗം കഴിക്കുമ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ തന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള യാഗവസ്തുവായിരിക്കെ ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടിനെ യാഗം കഴിക്കാൻ ഒരേ സമയം യാഗമൃഗവും ഒരേ സമയം യാഗം അർപ്പിക്കുന്ന നിത്യ പുരോഹിതനുമായി കൊണ്ട് യേശു യാഗമർപ്പിക്കുന്നതിന് മുമ്പേ നടത്തിയ പ്രാർത്ഥനയാണ് ഒരൊച്ചത്തിൽ നിലവിളിച്ചു തന്റെ പ്രാണനെ വിട്ടു. അടിസ്ഥാനം കുലുങ്ങി. ദേവാലയത്തിന് തിരശ്ശീല അടിമുതൽ മുകൾ വരെ 2ആയി ചിന്തപ്പെട്ടു. അന്നുവരെ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് മുഖ്യ പുരോഹിതനാണ്ടിൽ ഒരിക്കൽ യാഗമർപ്പിക്കപ്പെട്ട യാഗമൃഗങ്ങളുടെ രക്തവുമായി ദൈവത്തിന് അർപ്പിക്കാൻ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നതല്ലാതെ ഒരാൾക്ക് പോലും ആ വിരിക്കുള്ളിലേക്ക് പ്രവേശിക്കാനോ എത്തി നോക്കുവാനോ കഴിയുകയില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ ദേഹം എന്ന തിരശ്ശീല 2ആയി കീറപ്പെട്ടതോടുകൂടെ ഏത് പാപിക്കും ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് യേശു എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, ഞാൻ പാപിയല്ല എന്ന് പറഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുവാൻ ദേഹം എന്ന തിരശ്ശീല കീറിക്കൊണ്ട് നവീനവും സജീവവുമായ ഒരു പുതുപാത തുറക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷം എത്രയോ ലളിതമാണ്. വിശ്വസിക്കുന്നവർക്ക് നിനക്കായി തുറക്കപ്പെട്ട ഒരു പാതയാണിത്. ഈ പാതയിൽ നീ കയറി നിൽക്കുമ്പോൾ ആ പാത ജീവനുള്ളതാണ്, അത് പുതിയതാണ്, അത് ലോകത്തിന്റെ പാതയല്ല, അത് ലൗകിക പഠിപ്പിക്കലിന്റെ അല്ല. ആ പാതയിലൂടെ നീ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂശിൽ ജയത്തിന്റെ ആഘോഷം കേൾക്കാൻ തുടങ്ങുക. ഈ ഭരണം തിരിച്ചു പിടിച്ചു. ഭരണ പങ്കാളികളെ, കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിനോടൊപ്പം ഭരണത്തിൽ ഏർപ്പെടുവാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. പുതിയൊരു ഭരണം. ഹല്ലേലൂയ. പുതിയൊരു ഭരണ വ്യവസ്ഥയിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നു. അതിൻ്റെ പങ്കാളിയാകുവാൻ സ്വർഗം നിന്നെയും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ വലിയ രൂപാന്തരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നു.
വെറും വാക്കുകളല്ല, വാക്കുകളിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്, ചലനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് ചില ഭരണ പങ്കാളികളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ദൈവത്തോടൊപ്പമുള്ള ഭരണത്തിൽ പങ്കുചേരുക. ഹല്ലേലൂയ. മുഖ്യമന്ത്രിയോടുകൂടെ ഭരണത്തിൽ പങ്കുചേരാൻ ചില സഹമന്ത്രിമാർ, പ്രധാനമന്ത്രിയോടുകൂടെ ഭരണത്തിൽ പങ്കുചേരുവാൻ ചില സഹമന്ത്രിമാരുള്ളതുപോലെ ദൈവത്തോടൊപ്പം, ഹല്ലേലൂയ, നിങ്ങൾ തനിച്ചല്ല ഭരിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ പിതാവായ ദൈവമുണ്ട്. പുത്രനായ യേശു നിങ്ങളിൽ വാസം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിട്ടുണ്ട്. പ്ലസ് നിങ്ങൾ 4 പേർ ചേർന്നാണ് ഭരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും അത് പ്രത്യുൽപാദിപ്പിക്കുന്നത് അതിനെ പോലെ തന്നെയുള്ളതിനെ അല്ലേ. വാഴ സൃഷ്ടിക്കുന്നത് വാഴക്കുഞ്ഞിനെ തന്നെ. തെങ്ങിൻ കുഞ്ഞിനെ ഏതെങ്കിലും വാഴ സൃഷ്ടിക്കാറുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ഏതെങ്കിലും കാക്ക കുയിലിനെ? ഇല്ല. കാക്ക കാക്കയെ തന്നെ, കുരങ്ങൻ കുരങ്ങനെ, സിംഹമോ സിംഹത്തെ തന്നെ. ഹല്ലേലൂയ. ദൈവമോ ദൈവത്തെ പോലെ തന്നെ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം നമ്മുടെ ഛായയിൽ, നമ്മുടെ സ്വരൂപപ്രകാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങളും ആരെ പോലെ ആയിരിക്കണം? ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ തുടങ്ങുക. ദൈവം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. ദൈവം പറയുന്നത് പോലെ പറയാം. ദൈവം എന്തെങ്കിലും ചുമ്മാ ആവശ്യമില്ലാത്ത ലഡാക്ക് പൊട്ടിച്ചോണ്ടിരിക്കുവോ? എന്നിട്ടും അത് നോ. ദൈവം കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുവോ? അങ്ങനെ ഒരു ഞാനിതുവരെ ബൈബിളിൽ കണ്ടിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പറയുന്നത് പോലെ പറയാൻ തുടങ്ങുക. ദൈവം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, നിങ്ങളും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മനസ്സിലായോ? നെഗറ്റീവായതല്ല പറയേണ്ടത്. ഹല്ലേലൂയ. അവന്റെ പ്രതിബിംബമാണ് നിങ്ങൾ. ലോകം നിങ്ങളെ വീക്ഷിക്കും. സകല സൃഷ്ടികളും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സകല സൃഷ്ടികളും നിങ്ങളെ വീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് പറയുന്നു എന്ന് തെങ്ങൊക്കെ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് തെങ്ങ് തന്നെ പറയാ, ഇതുവരെ മനസ്സിലായില്ല, ഈ എന്നിവനൊക്കെ നന്നാവോ? പ്രൈസ് ദി ലോർഡ്. വാഴയും വാഴയും കൂടെ പറയും, ഇതേ ഒരുത്തൻ ചുമ്മാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു അല്ലേ. എല്ലാത്തിനെയും മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? എല്ലാത്തിനെയും കൊണ്ടുവന്നു. ഉൽപ്പത്തി 2:19. ഉൽപ്പത്തി പുസ്തകം 2:19. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും, ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും, ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് ഇതിനെയൊക്കെ എങ്ങനെയാ നിർമ്മിച്ചത്? നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടണമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി. അവന്റെ മുമ്പിലേക്ക് ഇതുങ്ങളെല്ലാം കൂട്ടി വരുത്തി. സകല മൃഗങ്ങളെയും, സകല പക്ഷികളെയും, അല്ലെ, സകല ഇഴജീവികളെയും. എടാ, ഇതിനകത്ത് ഓന്തുണ്ട്, പല്ലിയുണ്ട്, പക്ഷികൾ, പരുന്തുണ്ട്, ചെറുതുണ്ട്, തുള്ളി നടക്കുന്നത്, അധികം പൊങ്ങിപ്പറക്കാത്ത പക്ഷികൾ, എല്ലാത്തിനെയും ആരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. എങ്ങനെയുണ്ടാകും? ഇങ്ങനെ നോക്കിയാൽ കാണുമോ? ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. സകല സൃഷ്ടജാലങ്ങളെയും ഭരിക്കാനുള്ളവന്റെ മുമ്പിൽ ദൈവം കൊണ്ട് നിർത്തി. സകലത്തിന്റെ മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ച അധികാരിയുടെ മുന്നിൽ ദൈവം സകലത്തിനെയും കൊണ്ട് നിർത്തി. എന്നിട്ട് ദൈവം കൊതിയോടെ നോക്കുക, ഇവൻ ഇതിനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കും? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, മനുഷ്യന്റെ ജ്ഞാനം ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികാരിയുടെ ജ്ഞാനം വലുതാണ്.
മേലിരിക്കുന്ന ജ്ഞാനം, Praise the Lord. യഥാർത്ഥം നിങ്ങളുടെ മേലിരിക്കുന്ന ജ്ഞാനം വലുതാണ്. മനുഷ്യൻ വല്ല തപ്പി തടഞ്ഞോ? ഒരു കാക്ക മുമ്പിൽ ഇരുന്നപ്പോൾ എന്നാ പേരും ദൈവമേ, ഓ അത് വേണ്ട, അത് വേണ്ട, രമേശം വേണ്ട, ഏതാ കാക്കയ്ക്കിടുന്ന പേരാ, സന്തോഷം വേണ്ട, ഇതൊന്നും ആലോചിച്ചിരുന്നില്ല. കാക്ക, പരുന്ത്, ഹല്ലേലൂയ. കണ്ണ് കാണാത്ത വിധത്തിൽ താഴെ ഇരിക്കുന്നതിനെ അവൻ തന്റെ ജ്ഞാനത്താൽ മൃഗങ്ങളുടെ കൈയുടെയും കാലിന്റെയും വാലിന്റെയും ഇടയിലൂടെ അവയെ കണ്ടുകൊണ്ട് പേര് വിളിച്ചു. അരണ. ഹല്ലേലൂയ പറഞ്ഞേ. അവന്റെ കാഴ്ചശക്തി വലുതായിരുന്നു. ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെയും കാഴ്ചശക്തി വർദ്ധിക്കട്ടെ. ഭൂമിയിലുടനീളം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ പോലെ അതേ കണ്ണുകളാണ് നിനക്കും ലഭിച്ചിരിക്കുന്നത്. ആത്മാവിൽ കാണാൻ തുടങ്ങുക. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന നീ അമേരിക്കയിലുള്ള കാട്ടുതീ കാണുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ പുതിയ ആത്മാവിൽ പറയും അത് അവസാനിക്കട്ടെ, നിശ്ചലമാകട്ടെ. അപ്പോഴാണ് കൊടുങ്കാറ്റിലാടി ഉലയുന്ന സമുദ്രത്തിലുള്ള ആ കപ്പൽ നീ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് കടലിൽ നിന്ന് പൊങ്ങി വരുന്ന ആ സത്വത്തെ നീ കാണാൻ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ചിറകുകളോട് പറക്കുന്ന ഭീകര ജീവികളെ, അശുദ്ധാത്മ ശക്തികളെ നീ ആത്മാവിൽ കാണാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവർക്ക് പേരായി. മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ദൈവം എത്ര ആഗ്രഹത്തോടെയാ മനുഷ്യന്റെ മുമ്പിൽ അതുകൊണ്ട് നിർത്തിയത്. ദൈവം എത്ര കൊതിയോടെയാ നിന്നെ വാഴുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ എങ്ങനെയാണ് വാഴുന്നതെന്ന് ദൈവം ഉറ്റുനോക്കുകയാണ്. ഹല്ലേലൂയ. ഇനി വാഴേണ്ടത് നീയാണ്. ഇനി ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് നീയാണ്. ഓ പ്രശ്നം മാറ്റണേ കർത്താവേ, മാറ്റി കർത്താവേ. ഇപ്പൊ കർത്താവ് പറയണം, എന്റെ പൊന്നു കൂടപ്പുറപ്പേ, നീയാ മാറ്റേണ്ടത്. നീ പറ, അപേക്ഷിക്കുകയല്ല. മോശയോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? എഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ പറയുക. ഹല്ലേലൂയ. നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു നേതാവല്ല, നീ മുൻനിരയിൽ നിൽക്കേണ്ട നേതാവാണ്. നീ വഴികളില്ലെങ്കിൽ വഴി തുറക്കേണ്ട നേതാവാണ്. ഹല്ലേലൂയ. ദൈവം നിന്നിൽ വസിക്കുന്നു, യേശു നിന്നിൽ വസിക്കുന്നു, ആത്മാവ് നിന്നിൽ വസിക്കുന്നു. വാ തുറപ്പി, കാണാൻ തുടങ്ങുവീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്ത് പേരിടാൻ ആഗ്രഹിക്കുന്നു, ദൈവം ആ പ്രതിസന്ധിയിൽ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അതാണ് നിന്റെ വായിൽ നിന്ന് വീഴേണ്ടത്. അതിന് നിനക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രതിസന്ധിയോട് ഞാൻ എന്ത് പറയണം? അരുളപ്പാട് തരണമേ. ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നീക്കണം? അരുളപ്പാട് തരണമേ. എന്നിട്ട് എഴുന്നേറ്റ് ആ പ്രശ്നത്തിന്റെ മുന്നിലൂടെ ചങ്കൂറ്റത്തോടെ നടക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ വെളിപ്പാട് കിട്ടുമ്പോൾ പ്രശ്നത്തിലേക്ക് നോക്കി പറയുക. അത് നിന്റെ വാക്കനുസരിക്കും. അതഴിയും, അതിന് നീക്കാൻ പറ്റില്ല. അതാണ് നേരത്തെ കണ്ട രോഗാത്മാവ്. രാത്രി മുഴുവൻ ഞാൻ മരിച്ചു പോകുമോ, എഴുന്നേക്കുമോ? ആത്മാവിനോടും ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോ തന്നെ നാണം കെട്ട് പുള്ളി വെറുതെ ആയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഓ, പറഞ്ഞു തുടങ്ങുക. ദൈവത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. ആത്മാവിൽ പറഞ്ഞു തുടങ്ങുക. വചനത്തിൽ വിശ്വസിച്ച് പറഞ്ഞു തുടങ്ങുക.